ഹലോ, ഡീക്ലട്ടറിങ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കളയാവുന്ന 10 ഐറ്റംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, ചെക്ക് ഫോർ എക്സ്പയർഡ് ഫുഡ്. നമ്മുടെ കബോർഡിലും ഫ്രിഡ്ജിലും മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പാക്കറ്റ് ഫുഡുകളുടെ ഡേറ്റ് നോക്കി എക്സ്പയറി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് മാറ്റുക. ക്യാൻ ഫുഡ്, സ്പൈസസ്, സോസസ്, മയണൈസ്, ജാംസ് ഇതെല്ലാം നോക്കി എക്സ്പയറി ആയിട്ടുള്ള കണ്ടുപിടിച്ച് ആവശ്യമെങ്കിൽ പുതിയവ വാങ്ങുക. നമ്മുടെ കുക്കിങ്ങും ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ. ഇതൊരു ഹാർഡ് ഡിസിഷനാണ്. ചില ഡ്രസ്സുകളെക്കുറിച്ച് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിടാൻ പറ്റും, ഒരു 2 months കഴിഞ്ഞാലും നമുക്കത് യൂസ് ചെയ്യാം, അങ്ങനെ തോന്നുന്നവ കളയണ്ട. പക്ഷെ അതിൽ തന്നെ നമുക്കറിയാം നമ്മൾ ഒട്ടും ഇടാൻ പോകുന്നില്ല, നമുക്ക് കംഫർട്ടബിൾ അല്ല, ഒട്ടും ഫിറ്റ് അല്ലാത്ത ചില ഡ്രസ്സുകളുണ്ട്. അവ എന്തായാലും മാറ്റുക, ആ സ്പേസ് ഫ്രീ ആക്കുക. നമ്പർ 3, പസിൽസ് ആൻഡ് ഗെയിംസ് വിത്ത് മിസ്സിംഗ് പീസസ്. നമ്മളൊരു 3-4 വർഷമായി തന്നെ നമ്മളോ നമ്മളുടെ കുട്ടികളോ കളിക്കാത്ത ഒരു ഇൻട്രസ്റ്റും തോന്നാത്ത ഗെയിംസ്, പസിൽസ് അതെല്ലാം എടുത്ത് മാറ്റുക. ജസ്റ്റ് മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്, ക്രിയേറ്റ് മോർ സ്പേസ്. നമ്പർ 4, ഓൾഡ് ഇലക്ട്രോണിക്സ്, കേബിൾസ് ആൻഡ് കോഡ്സ്. ടെക്നോളജി എന്ത് പെട്ടെന്നാലേ മാറുന്നത്. 5-8 വർഷം മുമ്പുള്ള ഗാഡ്ജറ്റ്സ് അല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത്രയും ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ, പഴയ റേഡിയോ, പഴയ മൊബൈൽ, TV ഇതെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ ബെറ്റർ ഫോൺ, ക്യാമറ, കമ്പ്യൂട്ടർ, അപ്പോൾ അതിനനുസരിച്ച് തന്നെയുള്ള പുതിയ കേബിളുകളും കോഡ്സും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പഴയത് റീസൈക്കിൾ ചെയ്യുക. eBay പോലുള്ള റീസെല്ലിംഗ് വെബ്സൈറ്റുകൾ യൂസ് ചെയ്ത് അത് അത്യാവശ്യമുള്ളവർക്ക് എത്തിക്കാനും ശ്രമിക്കുക. നമ്പർ 5, ഡ്യൂപ്ലിക്കേറ്റ് കുക്ക്വെയർ. നമ്മുടെ അടുക്കളയിൽ ഒന്ന് നോക്കിയാൽ അറിയാം നമുക്ക് എത്ര സ്പൂണുണ്ട്, കപ്പുണ്ട്, അതുപോലെ മൂടിയില്ലാത്ത പാത്രങ്ങൾ, കത്തികൾ, ഭക്ഷണം എടുത്തു വയ്ക്കുന്ന സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, അതുപോലെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലോ ഗ്രേഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വരെ നമ്മൾ എടുത്തു വയ്ക്കാറുണ്ട്. അതുപോലെ കോഫി മഗ്, സ്പാച്ചുലാസ്, ലിസ്റ്റ് ഗോസ് ഓൺ. അപ്പോൾ പലതും നമ്മൾ ഉപയോഗിക്കാറില്ല. മിക്കവാറും നമ്മൾ വിരലിലെണ്ണാവുന്ന കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ടാവും നമുക്ക്, അതുമാത്രം നമ്മൾ റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ്സ് കണ്ടുപിടിക്കുക, കിച്ചൺ സ്പേസ് കൂടുതൽ ഫ്രീ ആക്കുക, കുക്കിംഗ് കൂടുതൽ ഫണ്ണാവുമെന്ന് ഉറപ്പാണ്. നമ്പർ 6, പഴയ ബെഡ്ഷീറ്റ്സ്, ടവൽസ്, പില്ലോ കവേഴ്സ്, ക്ലീനിങ് തുണികൾ, ആ ഒരു ലിസ്റ്റ്. അപ്പോൾ പഴയ ടവൽസ് എല്ലാം കീറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുതിയത് വാങ്ങിക്കും. പക്ഷേ പുതിയതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി പഴയത് കളയാൻ നമുക്ക് മടിയാണ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ്സും ടവൽസും എല്ലാം ഏതെങ്കിലും രീതിയിൽ നമുക്ക് റീപർപ്പസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ബെഡ്ഷീറ്റ്സ് എല്ലാം നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യുക. നമ്പർ 7, ലഗേജ്, സ്യൂട്ട് കേസ്. ഒത്തിരി സ്ഥലമെടുക്കുന്ന ഐറ്റംസാണ് വലിയ ബാഗ്, സ്യൂട്ട് കേസ്, അതും മറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തവ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒഴിവാക്കുക. പല റീസൺസ് കൊണ്ട് നമുക്കിത് ആവശ്യമില്ലാതെ വരും. നമ്മുടെ ഫാമിലി വലുതാവുമ്പോൾ, നമ്മൾ പുതിയ ഐറ്റംസ് വാങ്ങുമ്പോൾ, അതെല്ലാം ഇപ്പോൾ ട്രാവലിംഗ് കുറയുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. നമ്പർ 8, കാർഡ്ബോർഡ് ബോക്സസ്. ഈ റെൻറ്റലെല്ലാം താമസിക്കുന്നവർ ഒത്തിരി വലിയ കാർട്ടൺ ബോക്സ് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അതുപോലെ ഒരുപാട് പേർ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സും കളയാതെ വയ്ക്കും. ഈ ആമസോൺ ഡെലിവറിയൊക്കെ വരുമ്പോൾ വഴി ഒരുപാട് നമുക്ക് കാർഡ്ബോർഡ് ബോക്സസ് കിട്ടും. അപ്പം നമുക്ക് ഈ ഐറ്റംസ് തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ റീപാക്ക് ചെയ്യാൻ, അതുപോലെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ നമുക്കിത് പാക്ക് ചെയ്യാൻ എളുപ്പത്തിൽ കറക്റ്റ് ഫിറ്റിംഗ് ബോക്സ് വേണം, അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇത് കളയാതെ വയ്ക്കും. അപ്പോൾ ഇതും കുറേ ആവുമ്പോൾ നമ്മുടെ സ്പേസിൽ ഇത് അധികമാവും. അപ്പം അത്യാവശ്യമെന്ന് തോന്നുന്നത് എടുത്തു വയ്ക്കുക, ബാക്കിയുള്ളവ ഒഴിവാക്കുക. അതുപോലെ എനിക്കൊക്കെ പറ്റുന്നൊരു കാര്യമാണ്, ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കാർഡ്ബോർഡ് ബോക്സ് എടുത്തു വയ്ക്കും. പലപ്പോഴും അത് അവിടെ ഇരുന്ന് പൊടി പിടിക്കും, ക്രാഫ്റ്റ് ചെയ്യണ പരിപാടിയൊന്നും ഉണ്ടാവില്ല. നമ്പർ 9, അൺയൂസ്ഡ് പേഴ്സണൽ കെയർ അല്ലെങ്കിൽ ഹൈജീൻ ഐറ്റംസ്.
നമ്മുടെ ബാത്റൂം ക്യാബിനറ്റ്സ്, മെഡിസിൻ ക്യാബിനറ്റ്സ്, അതുപോലെ മേക്കപ്പ്, കോസ്മെറ്റിക് ഐറ്റംസ് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ചെക്ക് ചെയ്യുക. പഴയ മരുന്നുകൾ, കോസ്മെറ്റിക് ഐറ്റംസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ എക്സ്പയറി കഴിഞ്ഞതും കഴിയാത്തതും നമ്മൾ ഉപയോഗിക്കാത്തതും ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക. ചില സമയത്ത് നമ്മൾ ഹോട്ടലിലെല്ലാം പോയി വരുമ്പോൾ അവിടെ കിട്ടുന്ന ഷാമ്പു, കണ്ടീഷണറൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഇതെല്ലാം മിക്കവാറും നമ്മൾ ഉപയോഗിക്കത്തുമില്ല, അവിടെ ഇരുന്ന് കുന്നുകൂടും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ആവശ്യമില്ലാത്തവ ഒഴിവാക്കുക. ആൻഡ് ദ ഫൈനൽ ഐറ്റം, ഓൾഡ് ബുക്സ്. ഇത് ഇച്ചിരി ടഫ് ഡിസിഷൻ ആയിരിക്കും. പേഴ്സണലി എനിക്ക് ബുക്സ് കളയാൻ ഭയങ്കര മടിയാണ്. പഴയ ബുക്സിൻ്റെ സ്മെല്ലും കളറും വരെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെയും നമ്മൾ ഒട്ടും വായിക്കാൻ ചാൻസ് ഇല്ലാത്ത ബുക്സ് ആണെങ്കിൽ നമ്മൾ ആ ഹാർഡ് ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. ചിലർക്ക് ചില ബുക്സിനോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. പിന്നെ ചില ബുക്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് റെഫർ ചെയ്യുന്ന ബുക്സ് ആയിരിക്കും. അങ്ങനെയുള്ള ബുക്സ് എല്ലാം നമ്മൾ ഇനി അത് വായിക്കാൻ ചാൻസ് ഇല്ലാത്ത, ഒരു പ്രാവശ്യം വായിച്ചു ഇനി അത് വായിക്കത്തില്ല, അല്ലെങ്കിൽ ചില ബുക്സ് നമുക്ക് ഒരു പ്രാവശ്യം പോലും വായിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളത് വാങ്ങി, അതല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തന്ന ബുക്സ് ആയിരിക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് അത് ഏതെങ്കിലും ഒരു ലോക്കൽ ലൈബ്രറിയിലോട്ട് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് സെല്ല് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഉണ്ടാവും ആ പുസ്തകം വായിക്കാൻ വേണ്ടി മനസ്സും ആഗ്രഹവും ഉള്ള ഒരാളുണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്ന് അവ പോകുമ്പോൾ മാത്രമേ അതാവശ്യമുള്ള മറ്റൊരാളുടെ വീട്ടിൽ എത്തുകയുള്ളൂ. അപ്പോൾ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ പുണ്യം കൂടി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഒരു സാധനവും കളയാതെ സൂക്ഷിക്കുക എന്ന് കേട്ട് പഠിച്ച നമ്മുടെ മനസ്സിൻ്റെ തിങ്കിങ് ആണ് സാധനങ്ങൾ ഒഴിവാക്കാതെ നമ്മൾ എടുത്തു വെക്കുന്നതിൻ്റെ പ്രധാന കാരണം. പക്ഷേ ഏത് സാധനവും ആവശ്യത്തിൽ കൂടുതലാവാതെ നമുക്ക് ഉള്ള സ്പേസിനനുസരിച്ചോ അതിൽ താഴെയോ ആക്കി നിർത്തിയാൽ നമ്മുടെ മനസ്സിലും ആ സ്പേസും സമാധാനവും നിറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.